തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ വെള്ളിത്തിരയും ഭരണസിംഹാസനവും തമ്മിൽ എപ്പോഴും ഒരു വടംവലി നടന്നിട്ടുള്ളതായി കാണാം. MGR, ജയലളിത, കരുണാനിധി തുടങ്ങിയ അധികായന്മാരിൽ സിനിമയുടെ ജനപ്രീതിയിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് നടന്നു കയറിയവരാണ്. ഈ ഒരു പാരമ്പര്യത്തിന്റെ ഏറ്റവും പുതിയതും ആവേശഭരിതവുമായ അധ്യായമാണ് ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ രൂപീകരണവും. നിലവിൽ തമിഴ്നാട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ വിജയ് മുന്നോട്ട് വെക്കുന്ന വിപ്ലവാത്മകമായ ആശയങ്ങളും ലഹരിവിരുദ്ധ നയങ്ങളും തമിഴകത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയൊരു രാഷ്ട്രീയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു യഥാർത്ഥ സിനിമ സ്റ്റൈൽ മാസ് എൻട്രി പോലെ അധികാരത്തിലെത്തിയാൽ താൻ നടപ്പിലാക്കാൻ പോകുന്ന കടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുള്ള വിജയുടെ പ്രഖ്യാപനങ്ങൾ തമിഴ് മണ്ണിൽ വൻ ചർച്ചയായി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമുള്ള DMK, AIADMK എന്നീ രണ്ട് വൻശക്തികൾക്കിടയിലേക്കാണ് വിജയ് തന്റെ പാർട്ടിയുമായി കടന്നു വരുന്നത്. വെറുമൊരു നടൻ എന്നതിനപ്പുറം തമിഴ് ജനതയുടെ വികാരമായി മാറിയ ദളപതി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. അതിൽ ഒന്നാമത്തേത് സംസ്ഥാനത്തെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ലഹരി വിപത്താണ്. താൻ അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വിട്ടുവീഴ്ചയില്ലാത്തതും അതിവേഗത്തിലുള്ളതുമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിജയ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് കേവലം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കപ്പുറം തന്റെ സിനിമകളിലെ നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നത് പോലെ ക്വിക്ക് ആക്ഷൻ ആയിരിക്കുമെന്നാണ് അദ്ദേഹം അണികൾക്ക് നൽകുന്ന ഉറപ്പ്. തമിഴ് സർക്കാർ നേരിട്ട് നടത്തുന്ന ടെസ്മക് മദ്യഷോപ്പുകൾ വഴിയുള്ള വരുമാനമാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് എത്തുന്നതിൽ വലിയൊരു പങ്ക്. എന്നാൽ ഈ മദ്യശാലകൾ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ തമിഴ് കുടുംബങ്ങളെയാണ് തകർത്തെറിഞ്ഞത്. കുടുംബനാഥന്മാർ മദ്യത്തിന് അടിമകളാകുന്നതിലൂടെ ദുരിതത്തിലാകുന്ന അമ്മമാരുടെയും പെൺമക്കളുടെയും വോട്ട് ബാങ്കിലാണ് വിജയ് കൃത്യമായി ലക്ഷ്യം വെക്കുന്നത്. തമിഴക വെട്രിക്കഴകം അധികാരമേറ്റ ഉടൻ സംസ്ഥാനത്തെ മദ്യശാലകൾ പൂർണ്ണമായി പൂട്ടിക്കൊണ്ടുള്ള വിപ്ലവാത്മകമായ ഒരു ഒറ്റ ഉത്തരവാണ് വിജയ് വിഭാവനം ചെയ്തിരുന്നത്. എന്റെ അപ്പനെ എനിക്ക് തിരിച്ചു തന്നു, ഇപ്പോൾ വീട്ടിൽ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടെന്ന് തമിഴ്നാട്ടിലെ സാധാരണക്കാരായ അമ്മമാരെയും സഹോദരിമാരെയും കൊണ്ട് പറയിപ്പിക്കാൻ തന്റെ ഭരണത്തിന് സാധിക്കുമെന്ന് വിജയ് ഉറച്ചു വിശ്വസിക്കുന്നു. വരുമാന നഷ്ടത്തെക്കാൾ ജനങ്ങളുടെ ജീവിത സമാധാനത്തിനാണ് തന്റെ സർക്കാർ മുൻഗണന നൽകുകയെന്ന വിജയുടെ നിലപാട് സ്ത്രീജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. തമിഴ്നാട്ടിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ വേരറുക്കാൻ സിനിമയെ വെല്ലുന്ന കർശനമായ ആക്ഷൻ പ്ലാനാണ് വിജയ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭാവിയിൽ TVK സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന എക്സൈസ് നയത്തിൽ കാതൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സംരക്ഷണമാണ്. ഇതിന്റെ ആദ്യപടിയായി സംസ്ഥാനത്തെ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്ഥിരമായി 24 മണിക്കൂറും പരിശോധന നടത്തണമെന്ന് വിജയ് തന്റെ നയരേഖയിൽ വ്യക്തമാക്കുന്നു. ഇതിനായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിപുലമായ അധികാരങ്ങൾ നൽകാനാണ് പദ്ധതി. ലഹരി മാഫിയകളെയും കുറ്റവാളികളെയും വേഗത്തിൽ വലയിലാക്കാൻ 14 കർശന നിർദ്ദേശങ്ങളാണ് വിജയുടെ നേതൃത്വത്തിൽ പാർട്ടി അണികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ലഹരിക്കടത്തുകാരെ പിടികൂടാൻ കേവലം ഔദ്യോഗിക സംവിധാനങ്ങൾ മാത്രം പോരാ എന്ന തിരിച്ചറിവിൽ പ്രാദേശിക തലത്തിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്ന ഇൻഫോർമർമാരെ കണ്ടെത്തി നിയമിക്കാൻ വിജയ് നിർദ്ദേശിക്കുന്നു. ഈ ഇൻഫോർമർമാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിഞ്ചന്തകളെയും ഒളിത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് നിരന്തരമായ മാസ് റെയ്ഡുകൾ നടക്കും. വിജയുടെ എക്കാലത്തെ വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായ മാസ്റ്റർ എന്ന ചിത്രത്തിലെ വാത്തി റെയ്ഡ് എന്ന ഗാനവും രംഗവും പ്രേക്ഷകർക്ക് ആവേശം നൽകിയ ഒന്നാണ്. അതിന് സമാനമായി സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്ന ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും പാഠം പഠിപ്പിക്കുമെന്നാണ് വിജയുടെ കടുത്ത മുന്നറിയിപ്പ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ മുൻഗണന എന്നും കുറ്റവാളികൾക്ക് തമിഴ്നാട്ടിൽ സ്ഥാനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഇത്രയും വലിയ ജനശ്രദ്ധ ലഭിക്കാൻ കാരണം നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയോടുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ്. തമിഴ് ജനത എപ്പോഴും തങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ഒരു രക്ഷകൻ സിനിമയിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കുന്നവരാണ്. MGRന് ശേഷം ആ പരിവേഷം പൂർണ്ണമായി ലഭിക്കുന്നത് ദളപതി വിജയ്ക്കാണ്. കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത, ലഹരിയില്ലാത്ത ഒരു പുതിയ തമിഴ്നാടാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് തമിഴകത്തെ സാധാരണക്കാർ പറയുന്നു. വിജയുടെ ഭരണപരമായ ദർശനങ്ങൾ കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്നതല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ ഉള്ളതാണെന്നും അദ്ദേഹത്തിന്റെ 14 നിർദ്ദേശങ്ങൾ തെളിയിക്കുന്നുണ്ട്. തമിഴക രാഷ്ട്രീയത്തിൽ ദളപതി വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ മാസ് സിനിമ റിലീസിന് ഒരുങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ അണികൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ കാണുന്നത്. അനീതിക്കെതിരെയുള്ള ദളപതിയുടെ വാത്തി റെയ്ഡ് തമിഴ് മണ്ണിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് വിജയുടെ TVK സർക്കാർ അധികാരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ തമിഴ് ജനത വലിയൊരു മാറ്റത്തെയാണ് ആവേശത്തോടെ വരവേൽക്കുന്നത്. സിനിമയെ വെല്ലുന്ന അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോകുന്ന വിജയ്ക്ക് തമിഴ്നാടിന്റെ ഭരണചക്രം തിരിക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്നത്.